ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പ്രത്യേകിച്ചൊരു കണ്ടൻറ്റായിട്ട് അങ്ങനെ ഒന്നല്ല, എന്നാലും ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ മഴക്കാലത്ത് സുഖമായിട്ടും സേഫായിട്ടിരിക്കുമെന്ന് വിചാരിക്കണേ. എല്ലാവരും ശ്രദ്ധിക്കുക. പനി കാര്യങ്ങളെല്ലായിടത്തും ഓടി കിടക്കുന്നുണ്ടെങ്കിലും നമ്മൾ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം എല്ലായിടത്തും ഇപ്പം ഈ ലൈൻ കമ്പിയൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ വെള്ളത്തിൽ കളിക്കാൻ പോകുമ്പോഴും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കാമെന്ന് വെച്ചാൽ നമുക്ക് അവരുടെ പുറകെ കിടക്കാനൊന്നും പറ്റില്ല. പക്ഷെ എൻ്റെ ഒരു ലൈഫിൽ ഞാൻ എപ്പോഴും എനിക്ക് ഇപ്പം മക്കളുടെ കൂടെ പുറകെ പോകാൻ പറ്റില്ല എങ്കിലും ഭയങ്കരമായിട്ട് മക്കളെ എന്നുള്ളൊരു ആദ്യമുള്ള ഒരാളായതുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. നമ്മുടെ മക്കളായാലും ഏത് മക്കളായാലും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ദൈവത്തിന് സമർപ്പിക്കുക, പ്രാർത്ഥനയിലായിരിക്കുക. പരമാവധി അവരെ നമ്മൾ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അവർക്ക് നമ്മൾ ഒരു ദൈവവിശ്വാസിയായിട്ട് വളർത്താം. അപ്പോൾ നിങ്ങൾ ഏത് മതസ്ഥരാണെങ്കിലും ഞാൻ അതാണ് ആഗ്രഹിച്ചതും പറയാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ. ജീവിതം നമുക്കിങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. ജീവിതത്തിൽ നമ്മൾ തിരക്കുള്ളവരാണ്, നമ്മൾ പഠിച്ച തൊഴിൽ, കരിയർ, വിദ്യാഭ്യാസമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും. പക്ഷേ എല്ലാവരും ആ ഒരു ബിസി ലൈഫിൽ നമ്മൾ വിട്ടുപോകുന്നൊരു കാര്യമാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം. നമ്മൾ ദൈവമായിട്ടുള്ള കുറച്ച് സമയം, ഒരു പ്രൈവറ്റ് ടൈം നമ്മൾ ദൈവത്തിന് കൊടുക്കണം. നമ്മൾക്ക് പഠിക്കാൻ 1 മണിക്കൂർ, ട്യൂഷൻ ഇത്ര മണിക്കൂർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരിക്കുമ്പോൾ നമ്മൾ പ്രെയറിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ വലിയ സമാധാനവും നമുക്കൊരു വലിയ സന്തോഷവും കൊണ്ടുവന്ന് തരാൻ ആ പ്രാർത്ഥനയ്ക്ക് സാധിക്കും, നമ്മുടെ സെൽഫ് പ്രെയറിന്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ ഒരു ജീവിതയാത്രയിൽ ഞാൻ അനുഭവിച്ച കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് ഈ സെൽഫ് പ്രെയർ കൊണ്ടുണ്ടായിരുന്ന കുറേ നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സമാധാനം, നമുക്ക് ജീവിതത്തിൽ കുറേ സ്വത്തുക്കൾ നേടുക എന്നുള്ളതിലല്ല. ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, കുറേ കോടീശ്വരന്മാരായിട്ടുള്ള മനുഷ്യന്മാർ ഇന്ന് ഉറക്കമില്ലാണ്ട് ഡ്രിങ്ക്സ് കഴിച്ചും മറ്റ് പല കാര്യങ്ങൾക്കും പോയിട്ടും അവർക്ക് ഉറക്കമില്ലാത്ത ദിവസങ്ങളുള്ള ഒത്തിരി പേരുണ്ട്. ബിസിനസ്സുകാരായിക്കോട്ടെ, ചെറിയൊരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിനകത്തേക്ക് പൈസ ഇറക്കി പിന്നെ അത് പോയി പിന്നെ അതിൻ്റെ പുറകെ ഒരുപാട് പ്രയാസങ്ങളുള്ളവരുണ്ട്. ഇപ്പം നമ്മൾക്കും അനുഭവങ്ങളുണ്ട്. എന്നാലും നമ്മൾ ഇന്നലകളിലുണ്ടായിരുന്ന അനുഭവങ്ങൾ ഒരു പാഠമായിട്ട് മുന്നോട്ട് പോയിരുന്നു. അപ്പോൾ ഓരോരുത്തരെ വിശ്വസിക്കുക അല്ലെങ്കിൽ പൈസ ഇറക്കുമ്പോൾ നമുക്ക് നഷ്ടം. ചിലപ്പോൾ നമ്മുടെ മുകളിലുള്ളവർ നമ്മളെ വിശ്വസിച്ചായിരിക്കും നമ്മൾക്കൊരു സംരംഭത്തിന് വേണ്ടി സഹായിക്കുന്നതെങ്കിൽ നമ്മൾ അതുപോലെ മറ്റുള്ള ഒരാളെ ആശ്രയിക്കാൻ പോകുമ്പോൾ അവർ നമ്മളെ പറ്റിച്ച് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മളും പറ്റിക്കപ്പെടും ഇല്ലേ. അപ്പോൾ അതുപോലെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ തന്നെ എടുത്ത് ചാടി ഇറങ്ങാതെ, അതിപ്പോൾ നമുക്കൊരു ഓഫർ ആയിക്കോട്ടെ, മറ്റുള്ളവർക്ക് സഹായിക്കുന്ന കാര്യമായിക്കോട്ടെ, ഒന്നും കൂടി ഇരുത്തി ആലോചിച്ചിട്ട് വേണം നമ്മൾ ഇറങ്ങാൻ. അത് എൻ്റെയും മറ്റുള്ളവരുടെയും ജീവിതത്തിൽ ഒരു പാഠം തന്നെയായിരിക്കും എന്ന് ഞാനിപ്പോൾ പറയുമ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും. എനിക്കും അത് പാഠമാണ്. ചിലപ്പോൾ നമുക്ക് ചില ഓഫറുകൾ കിട്ടും, നമുക്ക് ഒരുമിച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ ചാടി ഇറങ്ങും. പക്ഷേ അവസാനം അത് പൊട്ടിപ്പാളീസാകുമ്പോൾ നമുക്ക് മനസ്സിലായി എവിടെയാണ് നമുക്ക് പിഴച്ചത്, എവിടെയാണ് നമുക്ക് തെറ്റിയതെന്ന്. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയുടെ ഒരു കുറവും ആലോചനകളുടെ ഒരു കുറവുമാണ് അതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കുറേ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ തിരിച്ച് ചിന്തിക്കുക, പുറകോട്ട് ചിന്തിക്കുക, എവിടെയാണ് തെറ്റിപ്പോയതെന്ന്. അതുപോലെ തന്നെയാണ് ഇനിയുള്ള കാര്യങ്ങളിലും. അപ്പോൾ അതൊരു അനുഭവമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെന്താ, എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മൾക്കൊരു ജീവിതാനുഭവങ്ങളിൽ നിന്നല്ലാതെ ഒരു മോട്ടിവേഷനോ വേറെ ഒന്നും എനിക്ക് കൊടുക്കാനില്ല. നമ്മൾ ഒത്തിരി പേര് കണ്ടിട്ടുണ്ട് കേട്ടോ, ലൈഫിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരാൾ പരാജയപ്പെട്ടാലാണല്ലോ ഒരാൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചിലവരിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് പല കുറുക്ക് വഴികൾ ആലോചിക്കും. ഒരുപക്ഷെ അവരുടെ പേഴ്സണൽ ലൈഫ് മനസ്സിലാക്കിയിട്ട് അവരിപ്പോൾ ഹസ്ബൻഡും വൈഫും തമ്മിലൊരു പ്രയാസമുള്ളവരാണെങ്കിൽ അവരെ തമ്മിൽ ഉടക്കിയിട്ട് അവരെ വേർപെടുത്തി കഴിയുമ്പോൾ അവരുടെ ബിസിനസ് അവരൊരുമിച്ചായിരിക്കും ചിലപ്പോൾ ആ ബിസിനസ്സും ആ ഫാമിലിയും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവരെ തകർത്തിട്ട് ആ ബിസിനസ്സിൽ അവർക്ക് ഉയരാനായിട്ട് ശ്രമിക്കുന്ന എൻ്റെ ജീവിതാനുഭവങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. വ്യക്തികളുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് മനസ്സിലാവാൻ സാധ്യതയുണ്ട്. മനസ്സിലാവണമെന്ന് വിചാരിച്ച് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതുപോലെ അനുഭവങ്ങളുള്ളവരും ഇനി അതുപോലെ ആരെങ്കിലുമൊക്കെ വീഴിക്കാനിരിക്കുന്നവർക്കും ഇതൊരു മുന്നറിയിപ്പായിട്ടാണ് ഞാൻ തരുന്നത്. കാരണം നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കാം, നമ്മളൊരു ജീവിതം ഒരു തൊഴിൽ മേഖല ആരംഭിച്ച് തുടങ്ങി വിജയത്തിലെത്തി മുന്നോട്ട് നന്നായി പോകുന്നു എന്ന് കാണുമ്പോൾ അവരുടേതായ സുഹൃത്തുക്കളുടെ ഫാമിലിയിൽ തന്നെ അവർക്കും പലതും ഈ അസൂയ, ജലസക്കില്ലേ, അസൂയ, അത് കൊതി, അസൂയ, ഇതൊക്കെ നമ്മുടെ കാരണന്മാർ പറയും. പണ്ട് ഇങ്ങനെ ഉഴിഞ്ഞിടലൊക്കെ ഉണ്ടായിരുന്നു, ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമാണെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോഴും പലരും വിശ്വസിക്കുന്നുണ്ട്. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും വയ്യാണ്ടാവുക, അങ്ങനെ കുറേ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ ചെയ്യുന്നൊരു പരിപാടിയല്ലേ. ചിലപ്പോൾ നിങ്ങൾ തന്നെ കാണുന്നവരിൽ പലരും അത് ചെയ്യുന്നവരുണ്ടാവാം.
ഒഴിഞ്ഞിടുന്നവരൊക്കെ ഉണ്ടാവാം. അപ്പം ഞാൻ പറയുന്ന ഓരോ വിശ്വാസമാണ്, നമ്മുടെ മനസ്സാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. നമ്മൾക്ക് ആ മനസ്സിൽ അങ്ങനെ ഒരു പകരം ചെയ്ത് കഴിയുമ്പോൾ ഒരു സമാധാനം കിട്ടും. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ടാവും. അതിൻ്റെ സത്യം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പക്ഷേ ബൈബിളിൽ പോലും പറയുന്നുണ്ട് അസൂയ, അങ്ങനെയുള്ള ആ ഒരു കുശുമ്പ് അസൂയൊക്കെ ഉണ്ട്. കാരണം ജോസഫിൻ്റെ ബുക്കിൽ പറയുന്നുണ്ട് അവൻ്റെ സഹോദരങ്ങൾ അവനോട് അസൂയ തോന്നി. അവന് ഭയങ്കര കാര്യമാണ് ഇളയ മകനായതുകൊണ്ട്. ഇന്നും നമ്മുടെ കുടുംബങ്ങളിൽ പലർക്കും അങ്ങനെ ഉണ്ടാവാം. മാതാപിതാക്കൾക്ക് ചിലപ്പോൾ ഒരു ഇളയ മകനോടോ മൂത്ത മകനോടോ എന്തെങ്കിലും ഒരു ആളോട് ഒരു പ്രത്യേകത തോന്നും. അപ്പോൾ നമ്മൾ അവരോട് മറ്റുള്ളവർക്കും ഒരു വിഷമം തോന്നും. അപ്പോൾ അങ്ങനെ ഒരു കഥ ബൈബിളിലുണ്ട്. അപ്പോൾ മറ്റുള്ളവർക്ക് അത് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടെങ്കിലും ഈ സഹോദരങ്ങളെല്ലാവരും കൂടി അവനെ ഇല്ലായ്മ ചെയ്യാൻ ആലോചിക്കും. അവനെ വധിക്കാം നമുക്കെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ശരീരത്തിൽ വസ്ത്രങ്ങൾ ഊരിയിട്ട് അതിലെല്ലാം ഒരു ബ്ലഡിൻ്റെ കളറാക്കിയിട്ട് അവനെ വധിച്ചു എന്ന് വരുത്തിയിട്ട് അപ്പൻ്റെ അടുത്ത് പോയി പറയും. എന്നിട്ട് അവനെ ഒരു പൊട്ടക്കിണറ്റിൽ തള്ളിയിടും. അതാണ് ആ കഥ. അവിടെ നിന്നും പിന്നെ അവനെ എടുത്തിട്ട് ഒരു യാത്രാ സംഘത്തിന് വിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷെ അതെല്ലാം ദൈവം അവന് നന്മയ്ക്കായിട്ട് മാറ്റി അവൻ അവിടെ നിന്ന് പോകുന്ന യാത്രാ സംഘത്തോടൊപ്പം എത്തിപ്പെടുന്നതും വലിയൊരു രാജാവിൻ്റെ ഫറവോൻ്റെ അടുത്തും അവിടെ അവൻ നല്ലൊരു ജോലിക്ക് പാത്രമാവുകയും ചെയ്യുന്നുണ്ട്. അവരുടെ ഇഷ്ടപാത്രമായി അവസാനം പല സ്ട്രഗിൾസ് അവിടെ ഉണ്ടെങ്കിലും അവൻ അതിലൂടെ വിജയിച്ച് അവസാനം അവൻ്റെ സഹോദരങ്ങൾ അവനെ തേടി വരുന്നൊരു സമയം, അവൻ വലിയ നിലയിലെത്തുന്ന ഒരു സമയം. അപ്പോൾ അവന് വന്ന ആ വീഴ്ച അവന് നന്മയ്ക്കായിട്ട് മാറ്റി എന്ന പോലെയാണ് ജീവിതത്തിലും. അപ്പോൾ അങ്ങനെ ഒരു കഥയുണ്ട് ബൈബിളിൽ. എന്ന പോലെ ഒരുപാട് കഥകളിലുണ്ട്. നമുക്ക് ജീവിതത്തിൽ പലതും ഇങ്ങനെ അസൂയ മൂലം നഷ്ടപ്പെട്ടു പോകുന്നതും അസൂയ മൂലം അവർക്കെതിരെ പല മന്ത്രവാദങ്ങളും ഗൂഢോത്രങ്ങളും ചെയ്യുന്നവർ വരെയും സമൂഹത്തിലുണ്ട്. അപ്പോൾ അവരൊക്കെ അറിയുന്നില്ല അവസാനം അവരുടെ നാശം എത്രത്തോളം ഭീകരാണെന്ന്. ഈ ഒരു കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എപ്പോഴും വെറുപ്പിക്കുന്ന സംസാരങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇടയ്ക്ക് നമ്മളുടെ ടിപ്സുകളും ബ്യൂട്ടി ടിപ്സോ എന്തെങ്കിലും വീഡിയോസോ കുക്കിംഗ് വീഡിയോയും സ്റ്റിച്ചിങ് വീഡിയോയും യാത്രകളും എല്ലാം ചേർന്നൊരു വ്ളോഗായിരിക്കും. നമ്മുടെ ടോക്കും ഉണ്ടാവും, നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനുള്ളതും ഉണ്ടാവും. പിന്നെ നമ്മളുടെ സ്റ്റിച്ചിങ് എന്തെങ്കിലും കട്ടിങ്ങോ സ്റ്റിച്ചിങ്ങോ അങ്ങനെ കാണിക്കാനുള്ള വീഡിയോകളാണെങ്കിൽ നമ്മളത് മോട്ടിവേഷൻ ടോക്കും എല്ലാം ഉണ്ടാവും. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൊന്ന് അമർത്തിയിട്ട് താഴെ ഒരു ഓപ്ഷൻ വരും, കുറച്ച് ഓപ്ഷൻ വരും, അതിൽ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ തുടർന്ന് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.